നമസ്കാരം. ന്യൂസ് ഗ്ലോബ് ടിവിയുടെ ഇലക്ഷൻ സർവേയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. പല ജില്ലകളിലെയും ഇലക്ഷൻ സർവേകൾ പൂർത്തിയായി വരുന്നു. ഇന്നിപ്പോ സർവേക്കായി ഇറങ്ങുന്നത് കൊല്ലത്താണ്. കൊല്ലം ജില്ല എല്ലാവർക്കും അറിയാവുന്നതുപോലെ നിരവധി കലാകാരന്മാരുടെയൊക്കെ നാടാണ്. കൊല്ലത്ത്, അതായത് കൊല്ലം പാർലമെന്റ് മണ്ഡലത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് ചലച്ചിത്ര നടനും നിർമ്മാതാവുമൊക്കെയായ എം മുകേഷും, അതുപോലെ UDF വേണ്ടി NK പ്രേമചന്ദ്രനും, അദ്ദേഹം സിറ്റിംഗ് MP കൂടിയാണ്, BJP വേണ്ടി നടൻ കൃഷ്ണകുമാറുമാണ്. അപ്പോ താരപ്രഭയുള്ള ഒരു മണ്ഡലമാണ് കൊല്ലം മണ്ഡലം. ആദ്യം എം മുകേഷിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ 68 വയസ്സ് കഴിഞ്ഞ എം മുകേഷ് ഇപ്പോഴവിടെ MLA ആണ്. ചില സമയത്തൊക്കെ മുകേഷിനെ കുറിച്ച് ചില ആരോപണങ്ങളൊക്കെ കേട്ടിരുന്നുവെങ്കിലും മുകേഷ് ഇപ്പോ പാർലമെന്റ് ഇലക്ഷനിൽ LDF സ്ഥാനാർത്ഥിയായിരിക്കുകയാണ്. മുകേഷിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മുകേഷ് ബലൂൺ എന്ന ചിത്രത്തിലൂടെ നായകനായി മലയാള സിനിമയുടെ അവിഭാജ്യ ഘടകമായി മാറിയ ഒരു നടനാണ്, നിർമ്മാതാവാണ്. ഇതിലൊക്കെ ഉപരി O മാധവൻ എന്ന പ്രതിപാദന്റെ മകൻ കൂടിയാണ്. O മാധവന്റെയും വിജയലക്ഷ്മിയുടെയും മകനായി ജനിച്ച മുകേഷ് BSc ബിരുദധാരിയാണ്. അതോടൊപ്പം തിരുവനന്തപുരം ലോ അക്കാദമിയിൽ നിന്ന് LLB പാസ്സായിട്ടുള്ള ആളുമാണ്. അപ്പോ ഈ പറഞ്ഞ മുകേഷിന് ഭരണകരമായ കാര്യങ്ങളിൽ എത്രത്തോളം കഴിവ് പ്രകടിപ്പിക്കാനാകും എന്നുള്ളതൊക്കെ കൊല്ലത്തുള്ള ആളുകൾ കണ്ടിട്ടുണ്ട്. ഇനിയും അതെത്രത്തോളം ചെയ്യാനാകും എന്നുള്ളതൊക്കെ അവർ തന്നെ വിധിയെഴുത്തട്ടെ. മറ്റൊരാൾ UDF വേണ്ടി മത്സരിക്കുന്ന NK പ്രേമചന്ദ്രനാണ്. NK പ്രേമചന്ദ്രനും ഫാത്തിമ മാതാ കോളേജിൽ നിന്നും എക്കണോമിക്സിൽ ബിരുദധാരിയാണ്. അതേപോലെ LLBക്ക് ഫസ്റ്റ് റാങ്ക് ഹോൾഡറുമാണ്. പ്രേമേന്ദ്രനാണെങ്കിൽ 1996 ലോകസഭയിലേക്ക് MP ആയി തിരഞ്ഞെടുക്കപ്പെട്ടയാളാണ്. 1998 2014 ലോകസഭയിലുണ്ടായിരുന്നു. രാജ്യസഭയിൽ 2000 തിരഞ്ഞെടുക്കപ്പെട്ടയാളാണ്. അതുപോലെ തന്നെ ചവറയെ പ്രതിനിധീകരിച്ച MLA ആയ ആളാണ്. 2006 2011 കേരളത്തില് ജലസേചന വകുപ്പ് മന്ത്രിയായിരുന്നു. പാർലമെന്റിൽ ഏറ്റവും കൂടുതൽ കഴിവ് തെളിയിച്ചിട്ടുള്ള ഒരു MP കൂടിയാണ് NK പ്രേമചന്ദ്രൻ. നമുക്കെല്ലാവർക്കും സോഷ്യൽ മീഡിയയിലും നമ്മുടെ ദേശീയ ചാനലുകളിലും ഒക്കെ എപ്പോഴും കാണാവുന്ന ഒരു മുഖമായിരുന്നു പ്രേമചന്ദ്രന്റേത്. പാർലമെന്റിൽ ഏറ്റവും നല്ല MPക്കുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പോലും പ്രശംസ പിടിച്ചുപറ്റിയിട്ടുണ്ട്. വളരെ വൃത്തിയായി ലോകസഭയിൽ കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന ഒരാളാണ് NK പ്രേമചന്ദ്രൻ. ആ NK പ്രേമചന്ദ്രനാണ് UDF വേണ്ടി മത്സരിക്കുന്നത്. BJP വേണ്ടി മത്സരിക്കുന്നതാകട്ടെ കൃഷ്ണകുമാറാണ്. പ്രായത്തിൽ കുറഞ്ഞ ആളാണ് കൃഷ്ണകുമാർ. 55 വയസ്സാണ് കൃഷ്ണകുമാറിന്റെ പ്രായം. കൃഷ്ണകുമാർ നേരത്തെ ന്യൂസ് റീഡറായിരുന്നു ദൂരദർശനിൽ. അവിടെ നിന്നും സീരിയൽ നടനായി, സിനിമാ നടനായി. ഈ അടുത്ത കാലത്താണ് രാഷ്ട്രീയത്തിലേക്ക് വന്നത്. BJP വന്നപ്പോ തിരുവനന്തപുരത്ത് നിന്നും മത്സരിച്ചിരുന്നു. അന്ന് വിജയിക്കാനായില്ല. ആ കൃഷ്ണകുമാർ ഇപ്പോ കൊല്ലത്ത് മത്സരിക്കുന്നു BJP വേണ്ടി. ഈ കൃഷ്ണകുമാർ ആണെങ്കിൽ തിരുവനന്തപുരം MG കോളേജിൽ നിന്ന് മാസ്റ്റേഴ്സ് ഡിഗ്രി നേടിയ ആളാണ്. അപ്പൊ കൊല്ലത്ത് മത്സരിക്കുന്ന 3 സ്ഥാനാർത്ഥികളും വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ പുറകോട്ടല്ല. രാഷ്ട്രീയ കലാമേഖലകളിൽ ജോലി ചെയ്യുന്ന 2 പേരും രാഷ്ട്രീയം മാത്രം കൊണ്ടു നടക്കുന്ന പ്രേമചന്ദ്രനുമൊക്കെ വളരെ നല്ല കടുത്ത മത്സരമാണ് കൊല്ലത്ത് കാഴ്ചവെക്കുന്നത്. അങ്ങനെ വിവിധ തലങ്ങളിൽ വളരെ വാശിയേറിയ ഒരു പോരാട്ടം നടത്തുന്ന കൊല്ലത്ത് നിങ്ങൾ M മുകേഷിനെയാണ് തിരഞ്ഞെടുക്കുന്നതെങ്കിൽ A എന്നും, NK പ്രേമചന്ദ്രനെയാണ് തിരഞ്ഞെടുക്കുന്നതെങ്കിൽ B എന്നും, കൃഷ്ണകുമാറിനെയാണ് തിരഞ്ഞെടുക്കുന്നതെങ്കിൽ C എന്നും കമന്റിൽ രേഖപ്പെടുത്തണം. ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ ഈ സർവേകളൊന്നും ഡിജിറ്റലി മാത്രം ചെയ്യുന്നതല്ല, ഫിസിക്കലിയും ഈ സർവേകൾ നടത്തുന്നു. ഓരോ മണ്ഡലങ്ങളിലും ഞങ്ങളുടെ ആളുകൾ ജനങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുന്നു. അത് ഏറ്റവും അടുത്ത് തന്നെ പ്രസിദ്ധീകരിക്കും എന്നുള്ള കാര്യവും അറിയിക്കട്ടെ.